അതെവിടം വരെ എത്തി? നമ്മൾ ചിക്കനൊക്കെ വറുത്ത് കോരി വെച്ചു. ഇനി അപ്പം സബോള കണ്ണാടി പരുവം അസാറ്റ് പറഞ്ഞാൽ കണ്ണാടി പരുവമായിട്ടുണ്ട്. അതിന് അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് ഇടും. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. അച്ചാത്തി പറ എത്ര സ്പൂൺ വേണം? 2 സ്പൂൺ. ഒരു ഇച്ചിരി കൂടി മതി. പോരെ? മതി. ആ പച്ചമുളക് അരച്ചിട്. ഇനി പച്ചമുളക് അരച്ചത്. എന്നിട്ട് അത് നല്ല പച്ചമുളക് മാറട്ടെ. പച്ചമുളക് വരെ അങ്ങോട്ട് നമുക്ക് വഴട്ടി എടുക്കാം അല്ലേ? ഞാനുണ്ടാക്കാന്ന് പറഞ്ഞാൽ കേൾക്കൂല. അച്ഛന് ഭയങ്കര ആഗ്രഹം ചെയ്യണമെന്ന് പറഞ്ഞു തന്നാൽ അത് ഞാൻ ചെയ്തുതരാന്ന് പറഞ്ഞു. എന്നാ പിന്നെ ആവട്ടെ എന്ന് ഞാനും കഴിയുമ്പോൾ അപ്പം എനിക്ക് റെസ്റ്റ് ആയില്ലേ. ഇനി തക്കാളി ഇട്ടോ, ഒപ്പം തക്കാളി ഇട്ടോ. ഇനി തക്കാളി നന്നായിട്ട് വേവട്ടെ. ആ സവാള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം കൂടി നന്നായിട്ടൊന്ന് നല്ല ഇതാകണം അല്ലേ? ഇനി കുറച്ച് നേരം അനക്കാണ്ട് വെച്ചോ. നമുക്ക് നിരത്തി വെച്ചോ. ആ വേവട്ടെ. കൂട്ടി വെക്കല്ലേ. അപ്പൊ നമുക്ക് ഇനി അരി എന്നാ അങ്ങോട്ട് ഇട്ടാലോ? വെള്ളം തിളച്ചില്ലോ അവിടെ? അരി ഇട്ടാലോ? അരി ഇടാം. അപ്പൊ ബാക്കി ഇതാകുമ്പോഴത്തേക്ക് അരിയും വെന്ത് കിട്ടും. അല്ല, പൊടി ഇട്ടിട്ടേ ചിക്കൻ ഇട്ടിട്ട് അരി ഇടാം. അപ്പം ചിക്കൻ ചെറുതീക്കണാകുമ്പോഴേക്കും അപ്പം നമുക്ക് ബാക്കി പരിപാടി കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാം. ഇതേപോലെ ബിരിയാണിക്ക് നമ്മളിത് കടിക്കാൻ കിട്ടില്ല. ഇങ്ങനെ സോഫ്റ്റ് ആക്കി എന്നാൽ ക്ഷമയോടെ ചെയ്യണം. അതാണ് ബിരിയാണിയുടെ ഹൈലൈറ്റ്. എത്രത്തോളം സവാള സോഫ്റ്റ് ആവുന്നോ അത്രത്തോളം ബിരിയാണി ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ സവാള നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, ഏകദേശം നമ്മുടെ സംഗതികളൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പം ഇത് നമ്മുടെ അച്ചായൻസ് ബിരിയാണിയുടെ ഒരു സ്പെഷ്യൽ കൂട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ എന്തൊക്കെയാണ് ഈ മസാലകൾ എന്ന് നിങ്ങളോട് പറയുന്നില്ല. കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണിയുടെ ടേസ്റ്റ് അങ്ങ് പോകുമല്ലോ. അതുകൊണ്ട് എന്തേലും എല്ലാവരും ഇത് കണ്ടാൽ മാത്രം മതി. ഇനിയിപ്പം ഞങ്ങളുടെ ബിരിയാണി കഴിക്കുന്നവർക്കാണ് ഇനി ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരു സ്പെഷ്യൽ സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതിനെല്ലാം കൂടെ നമ്മളങ്ങ് ചേർത്ത് അങ്ങോട്ടില്ലേ, ഇതിൻ്റെ അകത്തോട്ടങ്ങ് ഇളക്കി ചേർത്ത് എൻ്റെ പൊന്നു കൂട്ടുകാരെ ആ കോഴിക്കാലൊക്കെ ഇങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ടോ ചേർത്ത് ഇളക്കി ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞ് ആ ഒരു കഷ്ണം എടുത്ത് കഴിച്ചാൽ ഉണ്ടല്ലോ, വാവു, വിരൽ കടിക്കുമെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടല്ലേ ഉള്ളൂ. എന്നാൽ ഞങ്ങൾ പറയുവാണ്, നിങ്ങൾ വിരലും കടിക്കും, കയ്യും കടിക്കും, എല്ലാം കടിക്കും. അതാണ് അച്ചായത്തിയുടെ സ്പെഷ്യൽ ബിരിയാണി. കണ്ടോ, നീ കാണുന്നുണ്ടോ എണ്ണ നല്ല തെളിഞ്ഞോ? അതിൻ്റെ വെള്ളം ഒഴിക്കേ.